ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക്. Artless പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ടോപ്പിക് എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സിമ്പിളായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് ബ്ലർ ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക്. അതും നമ്മളൊരു കളർ ഗാലറിയുടെ മോഡലായിട്ടാണ് ചെയ്യുന്നത്. അതായത് അവർ ചെയ്തതിൻ്റെ ഒരു സെയിം ട്യൂട്ടോറിയൽ മാതിരിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് അവർ ചെയ്തേക്കുന്നത് PC-യിലാണ്. നമ്മളത് മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് അവർ ലെവൽ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോ തുടങ്ങാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാനായിട്ട് മുന്നേ ഇപ്പം ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ എന്താ പറയുക വെച്ചാൽ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഈ ഒരു ഫോട്ടോടെയാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഭയങ്കര നീറ്റായിട്ടാണ് ബ്ലർ കൊടുത്തേക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും ബ്ലർ കയറിയിട്ടുമില്ല ഇറങ്ങിയിട്ടുമില്ല. നല്ല നീറ്റായിട്ടാണ് ബ്ലർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി എഡിക്റ്റേഴ്സ് പറഞ്ഞാൽ എഡിക്റ്റർ പറഞ്ഞാൽ പ്രോ ലെവലിലാണ് ഇവർ എഡിറ്റിങ്. ബട്ട് പിന്നെ PC-യിലാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ ഒരു നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ബ്ലറിൽ നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു റൗണ്ടിഷ് ബ്ലറാണിത്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും റൗണ്ട് കളറായിട്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കത് എങ്ങനെ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ജസ്റ്റ് നമുക്ക് പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ആ റൗണ്ട് കൊടുക്കണമെങ്കിൽ പിക്സാർട്ട് തന്നെ വേണം. ചെറിയൊരു ബഗ് ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും സ്കിപ്പ് കൊടുക്കുക. ഞാൻ അക്കൗണ്ടൊന്നും ലോഗിൻ ആക്കിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പിക്സാർട്ട് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇല്ലാത്തവർ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവുക, ഒന്ന് ഡൗൺലോഡ് ചെയ്തിടുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ നിങ്ങൾ ഏത് ഫോട്ടോ ആണ് ഇതിൽ സെലക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനെന്തായാലും നമ്മുടെ കളർ ഗാലറിയത്തെ ഒരു മോഡൽ ഫോട്ടോ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോയുടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് എഫക്ട്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാച്ചെങ്കിൽ നമുക്കിവിടെ ബ്ലർ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ റേഡിയൽ ബ്ലർ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ആ റേഡിയൽ ബ്ലറിൽ പോയിട്ട്, അതായത് ഈ റേഡിയൽ ബ്ലറിൻ്റെ അവിടെ പോയിട്ട് ഇത് മൈനസ് ചെയ്ത് കൊടുക്കുക. ഫുള്ളി മൈനസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ജസ്റ്റ് ഇറേസർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സൺ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ബ്ലർ ഡയറക്റ്റ് പേഴ്സൻ്റെ ദേഹത്തേക്ക് വരും. അപ്പോൾ ജസ്റ്റ് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് പുറത്തേക്ക് പോണതാണ്. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേഴ്സൻ്റെ അടുത്തുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നൈസായിട്ട് ഇങ്ങനെ മായ്ച്ച് കളയാൻ ആവശ്യമില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. 0 ഇടണമെന്ന് മാത്രം. ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിക്ക് സേവ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോർ കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ബ്ലറിങ്, അത് നിങ്ങൾക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഫ്റ്റർ ഫോക്കസ് എന്നാണ് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ ഫോക്കസ് പറഞ്ഞിട്ട് ഈ ഒരു ആപ്പാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ആപ്പ്. ജസ്റ്റ് ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആക്കി വെക്കുക. ജസ്റ്റ് ഓപ്പൺ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൊജക്റ്റ്, ക്യാമറ, ആൽബം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ആൽബത്തിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മളിപ്പോൾ പിക്സാർട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത ഫോട്ടോ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ നമ്മളിപ്പോൾ ഫോട്ടോ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഈ സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. ഒന്ന് നമ്മുടെ ഇവർ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ നമ്മൾ എവിടെയാണ് പേഴ്സൻ്റെ ബോഡിയിൽ ഡ്രോ ചെയ്യുക. രണ്ടാമത്തെ പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രോ ചെയ്യേണ്ടതാണ്. ഓക്കെ അല്ല, മൂന്നാമത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സൻ്റെ ദേഹത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രോ ആക്കി കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞ ലാസ്റ്റ് എനിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ എന്തായാലും പേഴ്സൻ്റെ ഈ ഒരു ദേഹത്തെ നൈസായിട്ട് ഡ്രോ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുള്ളായിട്ടൊരു റെഡ് ഫില്ലാവും. ഇപ്പോൾ റെഡ് ഫില്ലായതിനു ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോൺ കാണാൻ പറ്റും നിങ്ങൾക്ക്. ജസ്റ്റ് ഇനി ബാക്ക്ഗ്രൗണ്ടിൽ പോവാത്തോടത്തൊക്കെ ജസ്റ്റ് നമ്മൾ സൂം ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എത്രത്തോളം നിങ്ങൾ നീറ്റായിട്ട് ചെയ്യണു അത്രത്തോളം നിങ്ങളുടെ ഫോട്ടോ സെറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇത് ഇതേമാതിരി ഒന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് അപ്പോൾ നമ്മളിനി കുറച്ച് മായ്ച്ചു കൊടുക്കുകയാണ്. കാരണം ദേഹത്തിൻ്റെ അവിടെയുള്ള കുറേ ഓവറാക്കണ്ട. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് മായ്ച്ചു കൊടുക്കുന്നത്. അതിനാണ് നിങ്ങൾക്ക് മറ്റേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ജസ്റ്റ് മായ്ച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫുള്ള് പോകാൻ ചാൻസ് കൂടുതലാണ്. ബട്ട് നിങ്ങൾ പേടിക്കേണ്ട.
ജസ്റ്റ് ഒന്നുകൂടി എടുക്കുക. ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി കണ്ടോ. ജസ്റ്റ് ഈ ലെവലിനെ വരച്ചു കൊടുത്താൽ മാത്രം മതി കണ്ടോ. നമുക്ക് വേണ്ടടുത്ത് മാത്രം ജസ്റ്റ് വരച്ചു കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യം ഇതേമാതിരി തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതേമാതിരി തന്നെ ചെയ്യുമ്പോൾ അവിടെ പോകും. അപ്പോൾ ഇനി ഇവിടെ ജസ്റ്റ് തന്നെ ആക്കി കൊടുത്താൽ മതി. പക്ഷേ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടാത്ത അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ സൈറ്റിന് വരച്ചു കൊടുക്കുക. സേവ് നോക്കി സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇനി വല്ല കളർ ഗ്രേഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാൻ കളർ ഗ്രേഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അത് ഞാൻ ട്യൂട്ടോറിയൽ ഇടുന്നില്ല, ജസ്റ്റ് കളർ ഗ്രേഡ് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഏകദേശം കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയൊരു ലെവലിൽ അവരൊപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്പീഡാക്കി കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് അവരൊരു ഫേഡ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേമാതിരി വീഡിയോസ് കിട്ടാണ്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെറിയൊരു വ്യത്യാസങ്ങൾ അല്ല, കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് അങ്ങോട്ടും കൂടെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് തന്നെ വേഗം നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലർ മാത്രമാണ് ഞാൻ മെയിനായിട്ട് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ പിക്സാർട്ടിൻ്റെ അതിൻ്റെ ഇടയിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എന്തോ പ്രശ്നമായിട്ട് റെക്കോർഡ് ചെയ്ത് കാണാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ 2-3 വട്ടം ചെയ്ത് നോക്കി എന്നിട്ടും റെഡി ആയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.